ഹലോ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത ഒരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. കുറേ കാലമായി നമ്മൾ കിച്ചണൊക്കെ ഒന്ന് ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ നടത്തിയിട്ട്. കാരണം വെക്കേഷനും കാര്യങ്ങളും തിരക്കും വന്നതിൻ്റെ തിരക്കൊക്കെ കാരണം പലയിടത്തും പോകാനുള്ളത് കൊണ്ട് നമ്മൾ ഈ ഏരിയയിലോട്ട് അങ്ങ് തിരിഞ്ഞില്ല. ഇപ്പോൾ മനസ്സിന് വല്ലാത്തൊരു ഇടങ്ങേറ് കേട്ടോ. ഫുഡ് കഴിക്കുമ്പോഴാണെങ്കിലും ശരി, കിടക്കുമ്പോഴാണെങ്കിലും ക്ലീനിങ് ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് ഈ വർക്കിലോട്ട് അങ്ങ് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ് കൂടി ചെയ്യണം കേട്ടോ. അടുത്തുള്ള ബെല്ലോട് കൂടി അങ്ങ് അടിക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, മൊത്തത്തിലായിട്ട് അങ്ങ് വലിച്ച് വാരി അങ്ങ് ഇട്ടിരിക്കുകയാണ്. ഒരു ഓർഡറും ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ കാലത്തുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു, ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 11:30-12 മണിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, മൊത്തത്തിലായിട്ട് അങ്ങ് വൃത്തികേടായിട്ട് കിടക്കുകയാണ്. മൊത്തത്തിൽ പൊടിയാണ്. ഈ ഏരിയ ബർത്ത് എന്നല്ലേ നിങ്ങളുടെ അവിടെയൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണം. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ് കേട്ടോ. ഇവിടെയും കണ്ടില്ലേ, ഒരു നീറ്റൊന്നും ഇല്ല. എടുത്ത സാധനങ്ങൾ അവിടെ ആയിട്ട് പലയിടത്തായിട്ട് അങ്ങ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് സത്യം പറഞ്ഞ ഒരു തൃപ്തി ഇല്ല കേട്ടോ അടുക്കളയിൽ കയറാൻ തന്നെ. അപ്പം ഇനി ഇതാ ഗ്രില്ലിൽ അടിച്ചിരിക്കുന്ന നെറ്റാണ് കേട്ടോ. ഒരു കമ്പിയുടെ ഒരു നെറ്റാണ്, ഒരു ഇരുമ്പിൻ്റെ ഒരു നെറ്റാണ്. അതുകൊണ്ട് തന്നെ അഴിക്കാൻ വല്ലാത്തൊരു പ്രയാസം. അപ്പോൾ സുൽഫിക്ക് മോന് നിന്നിട്ട് അതൊക്കെ അങ്ങ് അഴിച്ച് തരികയാണ് കേട്ടോ. അത് അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കമ്പിയിലെ പെയിൻ്റൊക്കെ അങ്ങ് ഇളകി പോയിട്ടുണ്ട്. അപ്പോൾ ആ പെയിൻ്റൊക്കെ ഒന്ന് അടിക്കണം. അപ്പോൾ ഇതെനിക്ക് കിട്ടൂല. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ക്ലീനിങ്ങിലോട്ട് അങ്ങ് കിടക്കണം. ആദ്യത്തെ ഏരിയ പാത്രം കഴുകലാണ്. അപ്പോൾ ആ സ്റ്റാൻഡിൽ നിന്ന് എല്ലാ പാത്രങ്ങളും അങ്ങ് എടുക്കണം. ഉപയോഗിക്കുന്നതും ഉപയോഗിക്കാത്തതുമായ ഒരുപാട് പാത്രങ്ങളുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ചേ ഉള്ളൂ. ഇനി നമ്മൾ കൂടുതലായിട്ടുള്ള പാത്രങ്ങളൊക്കെ പഴയ വീട്ടിലാണ്, അതൊന്നും ഇങ്ങ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് കത്തിയാണ് കേട്ടോ, ഫിഷ് കട്ട് ചെയ്യുന്ന കത്തി. അപ്പോൾ സ്റ്റാൻഡൊക്കെ ഇങ്ങ് എടുത്ത് മാറ്റിയപ്പോൾ കണ്ടില്ലേ, അവിടെ ഒരു കറ കണ്ടില്ലേ, വെള്ളം. അതായത് നമ്മൾ സ്റ്റാൻഡിലോട്ട് പാത്രം ഇങ്ങനെ വെക്കുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ഉറ്റി കറയായതാണ്. അത് പെട്ടെന്ന് പോവുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഡെയിലി തുടയ്ക്കാറുണ്ട്, എങ്കിലും നന്നായിട്ട് അങ്ങ് തുടയ്ക്കില്ലല്ലോ, അത് മാറ്റി അങ്ങ് തുടയ്ക്കാത്ത കാരണമാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് ഉരച്ചൊരു ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഉരച്ചങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി ജനലാണ് കേട്ടോ. ജനലിൽ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ പെട്ടെന്ന് അങ്ങ് കഴുകി അവിടെയാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം വൃത്തിയാക്കി അങ്ങ് എടുക്കണം. അപ്പം ഇനി ആ ബ്രഷ് കൊണ്ട് ഞാൻ ആ ഭാഗത്തുള്ള അഴുക്കും മണ്ണും പൊടിയും എല്ലാം അങ്ങ് എടുക്കുകയാണ്. ഈ സെക്ഷനിൽ ഓയിൽ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതും കൂടി അങ്ങ് എടുത്തു. ഇനി കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റുകയാണ്. എങ്കിൽ മാത്രമേ നമുക്ക് വൃത്തിയാക്കുമ്പോൾ ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ നിന്നുള്ളത് അങ്ങോട്ട് വെച്ച് അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് വെച്ച് അങ്ങനെ ആകുമ്പോൾ ഒരു ഓർഡർ കിട്ടില്ല. അപ്പോൾ മൊത്തത്തിലായിട്ട് സാധനങ്ങൾ ഞാൻ എടുത്ത് മാറ്റി ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് പൊടിയൊക്കെ അങ്ങ് തട്ടി അങ്ങ് മാറ്റുകയാണ്. ഓക്കെ, മോനുണ്ട് കേട്ടോ ഹെൽപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിന് മുമ്പ് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പെരുന്നാൾ തിരക്കും കാര്യങ്ങളും കൊണ്ട് എന്താ പറയുക, എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് അത് എഡിറ്റ് ചെയ്യുന്നിടുന്നത്. സത്യത്തിൽ പെരുന്നാളൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ വീടൊക്കെ അങ്ങ് വൃത്തിയായി. മോനിതാ ബ്രഷ് കൊണ്ട് ജനലൊക്കെ അങ്ങ് വൃത്തിയാക്കുകയാണ്. ആ സമയം ഞാൻ വേഗം ഉള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണ്. എനിക്കിഷ്ടമില്ലാത്ത ഏരിയയാണ് ഈ പാത്രം കഴുകൽ കേട്ടോ. പക്ഷെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ, കഴുകിയല്ലേ പറ്റൂ. അതൊന്ന് കഴുകിയാൽ പോരാ, എല്ലാം അങ്ങ് എടുത്ത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. ചെറിയ മോനിതാ ഓരോന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പാത്രം ഒരു സെക്ഷൻ നമ്മൾ കഴുകി കഴിഞ്ഞു. ഇനി ബാക്കി വീണ്ടും കിടക്കുന്നുണ്ട്. ഇതിൽ കുറേ ഉപയോഗിക്കാത്തതുണ്ട്, ഉപയോഗിക്കുന്നതുണ്ട്. എല്ലാം ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ എല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആവശ്യം ഇല്ലേ ചോദിച്ചാൽ വേണ്ടേനും അങ്ങനെ. അപ്പോൾ ഇതിൽ വേണ്ടത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് മാറ്റി അങ്ങ് വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് അവൻ ബ്രഷ് ഉപയോഗിച്ചതാ പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അടുക്കളയിൽ നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട്. പാത്രമൊക്കെ കഴുകി അങ്ങ് സെറ്റായി. ഇനി നമുക്കത് വെയിലത്തൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കണം. നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷെ മഴ മൂടി നിൽക്കുന്നുമുണ്ട്, പക്ഷെ വെയിലും ഉണ്ട്. വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുന്നു വിചാരിക്കുന്നു. കുറേ ആയി വിചാരിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ, പെയ്തിട്ടൊന്നും ഇല്ല ഇതുവരെ. അപ്പോൾ ഞാനൊരു ഷീറ്റൊക്കെ വിരിച്ച് പാത്രങ്ങൾ ഓരോന്നായിട്ട് മുറ്റത്ത് കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ഉണങ്ങട്ടെ, നന്നായിട്ട് ഉണങ്ങട്ടെ. അപ്പോൾ പിന്നെ വേണ്ടാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് ഏതിലെങ്കിലുമൊക്കെ അങ്ങ് മാറ്റി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചെറുത് കൂടിയിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ. മക്കൾക്കൊരു സന്തോഷം ഇതൊക്കെ കാണുന്ന സമയത്ത്. ഓരോരോ പുതിയ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇത് ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ വെച്ചു. ഇനിയിപ്പോൾ താഴെയുള്ള പാത്രങ്ങളാണ് എടുത്ത് കേട്ടോ. ഇത് മുകളിലുള്ള ഷെൽഫിലുള്ള പാത്രങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ഡെയിലി എടുത്ത് ഉപയോഗിക്കുന്നതാണ്, എങ്കിലും കഴുകാതൊരു സമാധാനക്കേട്. അപ്പോൾ അത് വീണ്ടും എല്ലാം എടുത്തു. ഇതൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കണം. ഇനി മുളക് മല്ലി പാത്രങ്ങളൊക്കെയാണ്, ബോക്സുകൾ, അതിനെയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ ഏരിയയൊക്കെ ബ്രഷ് ഉപയോഗിച്ച് തന്നെ പൊടികളൊക്കെ അങ്ങ് കളഞ്ഞ് തുണിയിൽ വെള്ളമൊക്കെ മുക്കി നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കണം. നല്ല അഴുക്കുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. കണ്ടില്ലേ, തുടച്ച് വൃത്തിയാക്കി എടുക്കുന്ന ആ ഗ്ലാസ്സിലൊക്കെ നന്നായിട്ട് അഴുക്കുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് തുടച്ച് സെറ്റാക്കി ഇനി മുകളിലോട്ട് അങ്ങ് കയറി
അപ്പോൾ അതാ ഷെൽഫിൻ്റെ ഡോറ് കണ്ടില്ലേ, വെള്ളയായതുകൊണ്ട് പെട്ടെന്ന് അഴുക്കായി കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിച്ചറിയും കേട്ടോ. അതുകൂടി ഞാൻ സോപ്പ് വെള്ളത്തിൽ തുണിയൊക്കെ മുക്കി നന്നായിട്ട് അങ്ങ് തുടച്ചെടുക്കുകയാണ്, മുകളിലും എല്ലാ ഭാഗത്തും. ആ ബർത്തിൽ കണ്ടില്ലേ ഒത്തിരി സാധനം ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ല. അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റണം. അപ്പോൾ മുകളിൽ മോൻ കയറിയിട്ടുണ്ടായിരുന്നു, അവനാണ് എല്ലാം എടുത്ത് മാറ്റി സെറ്റാക്കിയത്. അതൊക്കെ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തു കേട്ടോ, വീഡിയോ ഓണാക്കിയില്ല. അബദ്ധം എന്നും പറ്റാറുള്ളതാണ്. അപ്പോൾ ഇതാ ഈ ബോക്സുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും അതിനകത്ത് തന്നെ കയറ്റിയിട്ടോ. ഫുഡ് കഴിക്കാനുള്ള സമയം തെറ്റി, അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു മൂഡ് തോന്നുന്നില്ല. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. ഇനി നമ്മുടെ മെയിൻ ഏരിയ വരുന്നുണ്ട്. ഇതാ ഗ്യാസൊക്കെ വെക്കുന്ന ആ ഭാഗത്തുള്ള ടൈൽസിൻ്റെ ഏരിയ കേട്ടോ. നന്നായിട്ട് അഴുക്കുണ്ട് അവിടെ, ഒത്തിരി അഴുക്കും അതുപോലെ തന്നെ എണ്ണ ഒക്കെ തെറിച്ചിട്ടുള്ള ആ ഒരു മെഴുക്കും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് സോപ്പും ചകിരി ഉപയോഗിച്ചിട്ട് ഉരച്ചെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ പോവുള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആ ഭാഗമൊക്കെ വൃത്തിയാക്കി അങ്ങ് എടുക്കുകയാണ് കേട്ടോ. കാരണം ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സൊക്കെ എനിക്ക് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒഴിവുണ്ടാവില്ല ഇതിന്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ചെയ്യാതൊരു സമാധാനക്കേട്. അപ്പോൾ ആ അരികിലുള്ള മൊത്തത്തിലായിട്ട് എണ്ണമയമൊക്കെ ഞാൻ അങ്ങ് തുടച്ച് മാറ്റിയെടുത്തു കേട്ടോ. മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടില്ല, എൻ്റെ ഗ്യാസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം നിങ്ങൾക്ക്, സ്റ്റവ് കണ്ടാൽ അറിയാം എത്ര നാളായി ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് എന്നുള്ളത്. പുറമേ മേൽഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് തുടച്ച് വിടും, ഡീപ്പായിട്ടൊക്കെ വൃത്തിയാക്കിയിട്ട് കുറേ ആയിട്ട്. അപ്പോൾ ഒരു പഴയ ബ്രഷ് ഉപയോഗിച്ച് സോപ്പ് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, അപ്പോൾ ഇതാ തുടച്ചെടുത്തു കേട്ടോ, ഫൈനലായിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ ഇതാ കണ്ടില്ലേ നല്ല സുന്ദരിയാവുന്നുണ്ട്. ഒന്നുകൂടി അങ്ങ് വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒന്നുകൂടി തുടച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും കേട്ടോ. ഇതൊക്കെ നമ്മൾ എപ്പോഴും ക്ലീനാക്കി വൃത്തിയാക്കി വെക്കണം കേട്ടോ. നമ്മുടെ അടുക്കളയിലാണെങ്കിൽ ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടണമെങ്കിൽ അടുക്കളയൊക്കെ നല്ല വൃത്തിയും വെടുപ്പൊക്കെ ആയിട്ട് ഇരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും മാസത്തിലൊരിക്കലാണെങ്കിലും നമ്മൾ ഡീപ്പായിട്ടുള്ള ക്ലീനിങ് ഒക്കെ നടത്തണം കേട്ടോ. മടി പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും. അപ്പം മടി കൂടാതെ ഇതൊക്കെ അങ്ങ് ചെയ്യുക. അപ്പം നല്ലൊരു മനസ്സിനാണെങ്കിലും ശരി, നല്ലൊരു സന്തോഷമൊക്കെ കിട്ടണമെങ്കിൽ വീടിനാണെങ്കിലും അടുക്കളയാണല്ലോ മെയിൻ. അപ്പോൾ എന്നും വൃത്തിയാക്കി നമ്മൾ വെക്കണം. ഇനി എൻ്റെ കൗണ്ടർ ടോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ, നല്ല വീതിയുണ്ട് കേട്ടോ. വീട് പണിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് കുറച്ച് വീതിയായിട്ട് എടുക്കണം എന്നുള്ളത്, സാധനങ്ങളൊക്കെ ഒന്ന് വെക്കാനുള്ള സ്പേസിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഗ്യാസൊക്കെ എനിക്ക് സെറ്റ് ആവും കേട്ടോ. എത്തുമോ എന്നുള്ള പ്രശ്നം ഉണ്ടാവും, അതൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഏകദേശം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതാ ഷെൽഫിൻ്റെ താഴെയുള്ള ഷെൽഫാണ് കേട്ടോ. കണ്ടോ, ഇവിടെയുള്ള ഇതൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ ഇല്ല, എങ്കിൽ പിന്നെ വേണ്ടതാണോ വേണേനും അങ്ങനെയുള്ളത് ഒത്തിരി വലിച്ചു വാരിയിട്ടുണ്ട്. കുപ്പികളും ജ്യൂസ് കുപ്പികളൊക്കെ ആയിട്ട് ഇതിനെയൊക്കെ അങ്ങ് എടുത്ത് മാറ്റലാണ് അടുത്ത പണി. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോയിൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി എല്ലാം കഴുകി വൃത്തിയാക്കി മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ കയറ്റി ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഇതാ മോന് ഇവിടെ ജനലിൽ എന്താ പറയുക പെയിൻ്റൊക്കെ അടിച്ച് സെറ്റായി കേട്ടോ. ഇതാ കണ്ടില്ലേ മണി പ്ലാന്റ്, അത് ജനലിൽ അങ്ങ് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെയൊന്നും നമ്മൾ ശല്യം ചെയ്തില്ല കേട്ടോ. അവർക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ബർത്തൊക്കെ ഇതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് അങ്ങനെ തന്നെയല്ലേ നിങ്ങളുടെ ഭാഗത്തും പറയുക ബർത്ത്. അപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് മഴ ചാറി കേട്ടോ, വൈകുന്നേരം ആയേ. ഞാനിതാ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് സിറ്റൗട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി അങ്ങ് വെക്കാം. അപ്പോൾ ഷെൽഫ് കുറച്ചിങ്ങ് തിരിച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് വെക്കേണ്ട പാത്രങ്ങളും സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് അങ്ങ് ഓരോന്നായിട്ട് വെക്കണം. ആവശ്യമുള്ളത് മാത്രം വെക്കുന്നുണ്ട്, ആവശ്യമില്ലാത്തതിനെയൊക്കെ നമുക്ക് ഒരു ബക്കറ്റിലോ എന്തിനെങ്കിലും ആക്കി അങ്ങ് മാറ്റി വെക്കണം കേട്ടോ. അത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഇത് നമ്മുടെ ചോപ്പർ കൂട്ടനാണ്. ആരുടെയൊക്കെ വീട്ടിൽ ചോപ്പറുണ്ട് എന്ന് പറയാം കേട്ടോ. എനിക്കൊക്കെ കുക്കിങ്ങിന് വളരെയധികം സഹായമാകുന്ന ഒരാളാണ് ഈ ചോപ്പർ കൂട്ടൻ കേട്ടോ. കാരണം എന്താ പറയുക, ഉപ്പേരിക്കൊക്കെ കഷ്ണങ്ങളൊക്കെ അരിയാൻ വേണ്ടിയിട്ടൊക്കെ വളരെ ഈസി അല്ലേ. അപ്പോൾ ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. ഒന്നുകൂടി ഉണ്ട്. അപ്പോൾ ഇതാ കുറച്ചൊക്കെ ഓർഡറൊക്കെ മാറ്റിയിട്ട് ഞാൻ വെക്കുകയാണ് കേട്ടോ. മിക്സിയുടെ ജാറൊക്കെ ആ ഏരിയയിൽ അങ്ങോട്ട് വെക്കുന്നുണ്ട്. പിന്നെ അതാ ലിക്വിഡും സോപ്പ് അതൊക്കെ അവിടെ തന്നെയാണ് വെക്കാറുള്ളത് കേട്ടോ. അതൊക്കെ ആ ഭാഗത്തേക്ക് മാറ്റി ഇനി അങ്ങനെ കയറി നമ്മൾ ബിരിയാണി വെക്കുന്ന വലിയ ചെമ്പുകളും ഇഡ്ഡലി കുക്കർ ഇതൊക്കെ ഈ ഏരിയയിൽ അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആദ്യം അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഓരോ ആവശ്യങ്ങൾക്ക് എടുക്കും, പിന്നെ അത് മുകളിലേക്ക് അങ്ങ് വെക്കൂല. അപ്പോൾ പിന്നെ അതെന്തായി, വലിച്ചു വാരി അടുക്കള അങ്ങ് വൃത്തികേടായി പോകും. ഇനി ഇത് അരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അതൊക്കെ ക്ലീനിങ് കഴിഞ്ഞിട്ട് അങ്ങ് കൊട്ടി വെക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഇതാ ബക്കറ്റിലോട്ട് അരിയൊക്കെ മാറ്റിയത് നമ്മുടെ ചോറ് വയ്ക്കുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ അതാ മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ട്. ഇനി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ കുറച്ച് അരിയുണ്ട്, അതിനെ മാറ്റി വെക്കണം. പച്ചരിയുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്, ഇതൊക്കെ ഓരോരോ ബോക്സിലാക്കിയിട്ട് നമ്മൾ മാറ്റി അങ്ങ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എടുക്കാനും വളരെ ഈസിയാണല്ലോ, ബക്കറ്റിലൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി അല്ലേ. പിന്നെ അരിയൊക്കെ പൊടിക്കണം, നമുക്ക് പച്ചരിയൊക്കെ ഇതാ ഉണക്കണം, പൊടിക്കണം, പണികൾ ഒരുപാടുണ്ട് കേട്ടോ. ഇനി ഓരോരോ റൂമുകളായിട്ട് വൃത്തിയാക്കണം. കിച്ചൺ മാത്രമേ ഞാനിപ്പോൾ തൊട്ടിട്ടുള്ളൂ, ഇനി ബാക്കി ഓരോരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
ഓക്കേ. അപ്പോൾ ഇതാ ആ സെക്ഷനും കൂടി അങ്ങ് കഴിഞ്ഞു. കണ്ടില്ലേ? അപ്പം ഇനി ഇതാ മിക്സി തുടയ്ക്കണം, അതാ പിന്നെ കെറ്റിൽ തുടയ്ക്കണം, ഫ്ലാസ്ക് ഉണ്ട്, ഇതൊക്കെ തുടച്ച് വൃത്തിയാക്കി അതും വെക്കേണ്ട സ്ഥാനത്തൊക്കെ അങ്ങ് വെച്ചു. ഇപ്പോഴൊക്കെ മനസ്സിന് നല്ലൊരു സന്തോഷമുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് അങ്ങ് കഷ്ടപ്പെട്ടാലും അടുക്കളയൊക്കെ അങ്ങ് ക്ലീനായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ നോക്കിക്കോട്ടെ, ഇത് പഴയപടി തന്നെയൊക്കെ ആവും എങ്കിലും കണ്ടോ, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അടുക്കളയൊക്കെ അങ്ങ് വൃത്തിയാക്കി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻ്റെ ഒരു കൊച്ചു ഏരിയ കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് മിക്സിയുടെ ജാറുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഈ രണ്ടാമത്തെ ഷെൽഫിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പുറം പിന്നെ ഇതാ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേണ്ടാത്ത സാധനങ്ങളാണ്. ഇനി ഇതാ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഏരിയ സംഭവങ്ങളൊക്കെ ഈ ഏരിയയിലും കൂടി അങ്ങ് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ, ഈ അടുക്കള അങ്ങ് കഴിഞ്ഞു. ഇനി അതാ അപ്പുറത്തുള്ള അടുക്കളയിലും ഈ നേരത്തെ കണ്ട സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും അങ്ങ് മാറ്റി. എന്നിട്ടിതാ ഇവിടെ ഇനി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി അങ്ങ് വെക്കണം. കണ്ടോ, അതാ കമ്പിയിലൊക്കെ പെയിൻറ്റ് കൂടി അങ്ങ് അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ മോൻ ചെയ്തതാണ് കേട്ടോ. പെയിൻറ്റ് കൂടി അങ്ങ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഓക്കേ. അപ്പോൾ ഇതാ വൈകുന്നേരം ആകുമ്പോഴേക്കും മതിയായിട്ടോ, ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കേട്ടോ. ടയേർഡായി കേട്ടല്ലോ, ഉച്ച സമയത്ത് നിന്നതാണ്. എങ്കിലും അടുക്കളയൊക്കെ മൊത്തത്തിലായിട്ട് ഒരു ലുക്കൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മനസ്സിന്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട ഇത്രയും പേർക്ക്, അല്ലെങ്കിൽ ആരൊക്കെ കാണുന്ന പുതിയതായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളിൽ നിന്നും ടാറ്റ, ബൈ ബൈ. ഓക്കേ.